കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രെങ്ത് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ കുറേ പേരെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ഫീൽ ആവുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരെ വരുത്തിയിട്ടുണ്ടായിരിക്കാം. എങ്കിലും റിലേഷൻഷിപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ആകുന്നത്. ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഇതൊരു ട്വിൻ ഫ്ലം ജേർണി ആണോ എന്ന് പോലും തോന്നിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പൊക്കെയാണ്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നും അവർക്കിപ്പോൾ അതിയായിട്ടൊരു ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഒരു പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നൊരു ടൈമായിട്ട് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടുതലും ടോക്കിലൊക്കെ തന്നെ ഒരു ഒരു ഫിസിക്കൽ പ്രസൻസ് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോഴും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ജെന്യുവിൻ ആണോ, അതോ ഇനി എന്താണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളൊരു എനർജി. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതെല്ലാം തന്നെ ഓക്കെ പറയണോ വേണ്ടയോ എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കൂടുതലും ഒരു എന്താണ് ഒരു ഫിസിക്കൽ പ്രസൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡേറ്റിങ്ങിന് ക്ഷണിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ഒന്നിച്ച് ട്രാവൽ ചെയ്യാനുള്ള ഒരു കാര്യം പറയുമോ, അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ കൂടുതലും അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് കൂടുതലും പറയുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ടായിരിക്കണം നിങ്ങൾ കുറേ പേരെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു പേഴ്സൺ ജെന്യുവൻ ആയിരിക്കും, പക്ഷെ അവർക്ക് കൂടുതലായിട്ടൊരു അട്രാക്ഷൻ തോന്നുന്നത് കൊണ്ടായിരിക്കണം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഈ ഒരു സമയത്ത് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇവിടെ ഫീൽ ആകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ടേക്ക് എ ബ്രേക്ക് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം ഒന്നും അങ്ങനെ ഓക്കെ പറയേണ്ട, എടുത്ത് ചാടി ഒന്നും അതായത് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എടുത്ത് ചാടി ഒരു ഡിസിഷൻ എടുക്കാണ്ടിരിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഒന്ന് പുറമേ ഒന്ന് നിരീക്ഷിക്കുക. അല്ലെങ്കിൽ കുറേ നാൾ കാണാണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുറേ കൂടി മനസ്സിലാക്കാൻ സാധിക്കും, ഇമോഷണലി ഉള്ളൊരു കണക്ഷൻ ആണോ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമായിരുന്നോ എന്നൊക്കെ ഒരു നിങ്ങൾക്ക് കുറേ കൂടി ഒരു വ്യക്തത കിട്ടുമെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അത്തരം ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രേക്ക് എടുക്കാനുള്ള ഒരു ഒരു ബ്രേക്ക് എടുക്കുക. അങ്ങനെ നിങ്ങളൊന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. എന്നതിന് ശേഷം റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് നോക്കുക. എങ്ങനെയാണ്, അവരായിട്ട് തന്നെ അന്വേഷിച്ച് വരുന്നുണ്ടോ, നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാര്യമൊക്കെ അപ്പോൾ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇതുവരെ എങ്ങനെയായിരുന്നു അങ്ങനെ അല്ലാണ്ട് തന്നെ ഈ ഒരു ടൈമിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിക്കോട്ടെ, ഒരു ഇഷ്ടം അവർക്ക്, അവരെല്ലാ രീതിയിലും നിങ്ങളോടൊരു പ്രണയം എക്സ്പ്രസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈമായിട്ട് കാണുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കണം അവർ കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്രസൻസ് ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ തന്നെ. പക്ഷെ നിങ്ങൾ കുറേ പേരൊക്കെ ഒരു കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെയാണ്, ജെന്യുവിൻ ആണോ, അതോ ഇത് ട്വിൻ ഫ്ലെയിമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ ബാക്കി എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും, നിങ്ങളെ കെയർ ചെയ്യുന്ന ഒക്കെ ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു ടൈമിൽ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡേറ്റിങ്ങിന് പോകുന്നതിനോ, അല്ലെങ്കിൽ നേരിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് പറ്റാതെ വന്നപ്പോഴും ഒക്കെ തന്നെ ഒരു പിണങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷനും കാണുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക, ഇതുവരെയുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കാൻ നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള 2 കാർഡ്സാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് കംപ്ലീറ്റ്ലി നിങ്ങളോടൊരു അഡിക്ഷൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ്, ഇത് ഏത് രീതിയിലുള്ള അഡിക്ഷനാണ്, ഇമോഷണലി ഒരു കണക്ഷൻ ആണോ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണോ എന്നുള്ളൊരു ഡൗട്ടാണ് നിങ്ങൾക്ക് കുറേ പേർക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു വിശ്വാസം കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇതുവരെയും കണ്ടിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ, നിങ്ങളുടെ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ വിശ്വസിച്ച് തന്നെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് അതിനെ കൂടുതൽ അങ്ങോട്ട് ഒരു വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ലാത്തൊരു അത്തരം ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ പല കാര്യത്തിനും യെസ് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നൊരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട് ഇവിടെ റീഡിങ്ങിൽ. ഓക്കെ, അതുകൊണ്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ക്ലാരിഫൈ ചെയ്തപ്പോൾ ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്ന മെഡിറ്റേഷൻ എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ കുറേ പേരെങ്കിലും ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ, പല രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ
ഒന്നിൽ ഫോക്കസ്ഡ് ആവാണ്ട് ഈ ഒരു കാര്യം തന്നെ ചിന്തിച്ചിങ്ങനെ അതിനെ തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ച് കൊണ്ടുപോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു നെഗറ്റീവായിട്ടൊരു എനർജി ഫീൽ ആകും നിങ്ങൾക്ക് ചുറ്റിനും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ മെഡിറ്റേഷനൊക്കെ കഴിയുന്നൊരു സമയം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കൊരു ജെനുവിനായിട്ടുള്ളൊരു ആൻസർ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു ഡിസിഷൻ എന്താണെന്ന് പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സൊന്ന് കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനൊരു ഒരു വ്യക്തത വരും. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവർക്ക് പറയാനുള്ളൊരു അവരോട് പറയാനുള്ള ഒരു മറുപടിയും അല്ലെങ്കിൽ ഇപ്പോൾ ഈ തോന്നുന്ന ചിന്തകൾക്കൊക്കെ തന്നെ ഒരു പരിഹാരം എന്നോണമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. സോ അതുകൊണ്ട് തന്നെ മാത്രമല്ല നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാകും. ഓവർ തിങ്ക് ചെയ്യുന്നതിലും ഒക്കെ തന്നെ ഒന്ന് ശാന്തമാവാനൊക്കെ സഹായിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു കാര്യമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളൊരു കാർഡിലൂടെ മനസ്സിലാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും തന്നിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. പല കാര്യങ്ങളിലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് വിഷമിച്ച് ഓവർ തിങ്ക് ചെയ്തിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ലൈഫിൽ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ളതൊന്നും നിങ്ങൾ ഫോക്കസ്ഡ് ആവേണ്ടി പോകുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സായിട്ട് വരുത്തിയിട്ടുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെയും നിങ്ങൾ യൂണിവേഴ്സിനോട് പറയേണ്ട ഒരു ടൈമാണ്. നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറയാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ യൂണിവേഴ്സിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളൊരു കാർഡ് പോലെയുള്ളൊരു കാർഡായിരുന്നു. സോ അതുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. നിങ്ങളുടെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മനസ്സൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങളെ മുന്നോട്ട് നോക്കി കാണാൻ ശ്രമിക്കുക. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. ആ ഒരു മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്ന് പോലുമുള്ള ഒരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണ് ഇവിടെ കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ടീച്ചർ എന്നുള്ളൊരു ക്ലൂ ആണ്. ടീച്ചർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണോ. ലെറ്റർ ആർ കിട്ടിയിട്ടുണ്ടായിരുന്നു. തേഴ്സ്ഡേ എന്നുള്ളൊരു ഡേ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലെറ്റർ ഡി കിട്ടിയിട്ടുണ്ട്. മ്യൂസിക് എന്നുള്ളൊരു ക്ലൂ ഇട്ടിട്ടുണ്ട്. മ്യൂസിക് ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കാം. പാട്ട് കേൾക്കാനോ പാട്ട് പാടാനോ അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിക് ഫീൽഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നവരായിരിക്കും, എന്തെങ്കിലും ഒരു ജോബ് ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ടൈഡപ്പ് എന്നുള്ളൊരു ക്ലൂ ആണ്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടൈഡപ്പ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും. മേ ബി നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു നോ പറയണോ അല്ലെങ്കിൽ യെസ് പറയാനുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇൻ കേസ് ഒരു അനുകൂലമായിട്ടുള്ളൊരു മറുപടി അല്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം തന്നെ ഓക്കെ പറയാണ്ടിരിക്കുകയാണെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ടും റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി പോവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങളൊരു ടൈഡപ്പ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത റീഡിങ്ങിലും കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് മെഡിറ്റേഷൻ പോലുള്ളൊരു കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് മെഡിറ്റേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയും നിങ്ങൾ കുറേ കൂടി സെൽഫ് കെയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയൊക്കെ തന്നെ ആ ഒരു കാർഡിൽ മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ടൈഡപ്പ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ മേ ബി നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും. നല്ലൊരു ക്ലൂ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു.